സർ, പൊതുവെയുള്ള ഒരു സംശയമുണ്ട്. എമ്പുരാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ മത വിവാദങ്ങൾക്കൊടുവിൽ നടന്ന ഒരു എഫക്റ്റ് ആണോ ഈ ഒരു ED റെയ്ഡും ആദായ നികുതി വകുപ്പിന്റെ ഈ ഒരു വിസ്തീർണ നോട്ടീസ് അയക്കലും ഒക്കെ? എൻ്റെ സംശയം മറിച്ചാണ്. കാരണം ഇതിപ്പോൾ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ്, പുതുവർഷത്തിലേക്ക് ചൂട് വയ്ക്കുകയാണ്. ഈ സമയമാണ് റെയ്ഡുകളുടെ സമയം, നമ്മുടെ റോഡുകളിലൊക്കെ മെയിൻ്റനൻസിൻ്റെ സമയം. കാരണം ബില്ല് മാറിക്കിട്ടുന്ന ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഈ റെയ്ഡ് വരുമെന്ന് ഭയന്നിട്ട് ഈ സമയത്തൊരു എമ്പുരാൻ കൊണ്ടുവന്ന് ഒരു മൾട്ടി ക്രോർ ചിത്രം കൊണ്ടുവന്നിട്ട് അവർ റിലീസ് ചെയ്തതാണെന്ന് എൻ്റെ വ്യക്തമായ സംശയം. കാരണം ഈ റെയ്ഡിന് പേരിലുള്ള കള്ളത്തരങ്ങളെല്ലാം തന്നെ നേരത്തെ ചെയ്തു കൂട്ടിയവയാണ്. അത് എല്ലാം തന്നെ EDയുടെ റഡാറിലുള്ളതുമാണ്, EDയുടെ സ്കാനറിലുള്ളതാണ്. ഇവരിലെല്ലാവർക്കും, നമ്മൾ ഈ കാണുന്ന ഈ പ്രതികളിലെല്ലാവർക്കും, അല്ലെങ്കിൽ ഈ സംശയം ഉള്ള ആൾക്കാരിലെല്ലാം തന്നെ EDയുടെ കണ്ണെത്തിയിരുന്നു എന്ന് മാത്രമല്ല, മോഹൻലാലിന്, ആൻ്റണി പെരുമ്പാവൂരിന്, ഗോകുലം ഗോപാലന് എല്ലാവർക്കും തന്നെ ED നോട്ടീസുകൾ കിട്ടിയിരുന്നതാണ്. ഇപ്പോൾ പുതുതായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം കോടി രൂപയുടെ കണക്കുകൾ ഉൾക്കൊള്ളുന്നതാണ്. ഈ ഇന്ത്യക്കകത്ത് മാത്രമല്ല, വിദേശ ചിട്ടുകളുമുണ്ട് ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം. അതെല്ലാം അവർ IT വിഭാഗം, അങ്ങനെ നമുക്കൊന്നും ഇങ്ങനെ ഈ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ റെയ്ഡ് നടക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ബുക്കിൽ നോക്കുന്നതായിട്ടാണ്. അതുകൊണ്ടൊന്നും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അത്ര സങ്കീർണമാണ് ഇതിൻ്റെ കണക്കുകൾ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ശതകോടികളുടെ കണക്കാണ്. ആസ്തിയാണ്, ആസ്തി, ക്യാപിറ്റൽ അല്ല ഞാൻ പറയുന്ന ആസ്തി. ആ ആസ്തിയൊക്കെ അന്വേഷിച്ച് വരണമെങ്കിൽ നഗ്ന നേത്രം കൊണ്ട് സാധ്യമല്ല. അവരത് ചെയ്യുന്നത് ITയുടെ സഹായത്തോടു കൂടിയാണ്. ITയും പോരാ, ബഗ്ഗുകൾ തന്നെ വേണം അവിടെ അന്വേഷണം നടത്താൻ. അത്ര വിദഗ്ധമായിട്ട് EDയുടെ IT അസസ്മെൻറ്റ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള അപ്രോപ്രിയേറ്റ് അല്ലാത്ത മിസ്അപ്രോപ്രിയേഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, ക്രമക്കേട് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ ക്രമക്കേടുകൾ പലതും നടന്നിരിക്കുന്നതായി കാണുകയും ഇതിന് വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇദ്ദേഹത്തിന് കത്തയക്കുകയും ഈ കത്തിന് മറുപടി, കൃത്യമായ മറുപടി, അതാണ് വേണ്ടത്. കണക്കായിട്ട് തീരണം. കണക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ 500 രൂപ വാങ്ങിച്ചിട്ട് 300 രൂപ ചിലവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്കാവില്ല. 500 രൂപ ചിലവാക്കിയതിൻ്റെ കണക്ക് വേണം. അത് കിട്ടാത്തതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇൻ്റലിജൻറ്റ് വിങ്ങായിട്ടുള്ള, ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉള്ള വിങ്ങായിട്ടുള്ള ഇവരുടെ IT അസസ്മെൻറ്റ് വിഭാഗം ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് മാർച്ചിൽ തന്നെ, സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴായി കണക്കുകൾ ചോദിച്ചിരുന്നതാണ്. അത് കഴിഞ്ഞാണ് എമ്പുരാൻ സിനിമയൊക്കെ വന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്ത് കേരളത്തിലെ മാധ്യമ കേസരികളൊക്കെ ഇരുന്ന് അവരുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ സിനിമ ഇറക്കാൻ പറ്റുകയില്ല, അഭിപ്രായം പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ അഭിപ്രായം പറയുന്നുണ്ടല്ലോ, അതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങളെ ആരെങ്കിലും റെയ്ഡ് ചെയ്തോ? ED റെയ്ഡ് ചെയ്തോ? ഇല്ലല്ലോ നിങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞതിന്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ക്രമക്കേടുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി അവർക്കില്ല. എല്ലാത്തിലും രാഷ്ട്രീയം തന്നെയാണ് ഞാൻ സാറിനോട് പറയാനുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് വിമർശനമായിട്ട് വരുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരെയുള്ള അടിച്ചമർത്തലാണ് ഇപ്പോൾ കേന്ദ്രം നടക്കുന്നത്. EDയെ വിട്ടതും ഇൻകം ടാക്സിനെ വിട്ടതും ഒക്കെ അതിനെതിരെയുള്ള ഒരു അടിച്ചമർത്തൽ എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ രാഷ്ട്രീയ വിമർശകർക്ക്, ഇത്തരത്തിൽ വിമർശിക്കുന്നവർക്ക് അറിയില്ലേ, വിവേകത്തോടെ ചിന്തിച്ചൂടെ? ഇതൊരു മുൻധാരണയില്ലാതെ ED ഇത്തരത്തിൽ വരില്ല എന്നുള്ളത്. അതെ, ED പ്രതിക്കൂട്ടിലാവും, ED അറസ്റ്റിലാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കള്ള റെയ്ഡ് നടത്തി കള്ളക്കണക്കുകൾ ബോധിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായ കണക്കുകൾ ബോധിപ്പിക്കാൻ കഴിവുള്ളവരും കോടിക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് വക്കീലന്മാരെ വയ്ക്കാൻ കഴിവുള്ളവരുമാണ് ഇവരെല്ലാം. നോക്കൂ, ഇപ്പോൾ മോഹൻലാലിന് വിദേശത്ത് വെച്ച് കൈമാറിയ എന്ന് അറിയപ്പെടുന്ന തുക എത്രയാണ്? 2.5 കോടി. 2.5 കോടി. ഈ 2.5 കോടി രൂപ എന്ന് പറയുന്നത് വീണ വിജയൻ്റെ CMRലുമായിട്ടുള്ള കേസിൽ ഫ്രോഡ് എന്ന് കമ്പനി ഫ്രോഡ് അന്വേഷിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടുപിടിച്ച തുകയാണ്. അവർക്ക് അന്വേഷിക്കേണ്ടി വന്നു അത്. അപ്പോൾ അത്ര വലിയ തുകകൾ ഇവർ കൈമാറുമ്പോൾ ഈ അന്വേഷണ ഏജൻസി ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നാൽ മതിയെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ കണക്കുകളും കള്ളങ്ങളും നടന്നിട്ടുള്ളപ്പോൾ അതുകൊണ്ടാണ് ED എന്ന് പറയുന്ന സ്ഥാപനം അതിനുവേണ്ടിയുള്ളതാണോ, അതിനുവേണ്ടി നിയമിച്ചിരിക്കുന്ന സ്ഥാപനമാണ്, അവർക്ക് അന്വേഷിക്കേണ്ടി വരും. അല്ലാതെ മോഹൻലാലിൻ്റെ എമ്പുരാൻ കണ്ടിട്ട് കുടുംബസമേതം പോയി കണ്ടിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞ് വാഴ്ത്തിപ്പാടലല്ല അവരുടെ തൊഴിൽ. സിനിമ വേറെ, നിയമം വേറെ. നിയമത്തിൻ്റെ വഴിക്കാണ് പോകുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് മാത്രമേ പോകാൻ പറ്റൂ. അതിൽ നിന്ന് മോദി പറഞ്ഞെന്ന് മാറിപ്പോകാൻ പറ്റുകയില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ പോവുകയുമില്ല. ഒരു കാര്യത്തിൽ പോലും നിയമപരമല്ലാത്ത ഒരു നടപടിയും സ്വീകരിക്കാൻ അവർക്ക് സാധ്യമല്ല.
നമുക്കിപ്പോ ഈ 3 പേരുടെയും ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരിക്കും, 3 പേരുടെയും രീതിയിലുള്ള വിസ്തീർണം ഇവർക്ക് ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഗോകുലം ഗോപാലിന്റെ ചിട്ടി ഫണ്ടിനെതിരെയായിട്ട് 3 സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തു. 1.5 കോടി രൂപ ED കണ്ടെത്തി. കുറച്ച് രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് RBI ലംഘന പരമായിട്ടുള്ള രേഖകൾ, അതായത് പ്രവാസികളിൽ നിന്നും ചിട്ടിയിലേക്ക് ക്യാഷ് ആയിട്ടും അതുപോലെ തന്നെ ചെക്കായിട്ടും പണം കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള ഏകദേശം 593 കോടിയുടെ പണം സമാഹരിച്ചു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഇനി തുടർ അന്വേഷണം നടത്തും. കാരണം വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് ഗോകുലം നടത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ED കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ED ഒരു മുൻധാരണയില്ലാതെ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയോ ചെയ്തിരുന്ന ഇതൊന്നും കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നു. ഒരു മുൻധാരണയോട് കൂടി പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഒന്നും കൈവീശിയല്ലല്ലോ തിരിച്ചിറങ്ങി വന്നത്, കയ്യിൽ നിറയെ കൊണ്ടാണ് ED തിരിച്ചെത്തിയത്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പൃഥ്വിരാജിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അദ്ദേഹം 3 സിനിമകളിൽ, അതായത് കടുവ, ഗോൾഡ്, ജനഗണമന എന്നീ 3 സിനിമകളിൽ അഭിനയിക്കുകയും പക്ഷെ അഭിനേതാവ് എന്നുള്ള രീതിയിലല്ലാതെ സഹനിർമ്മാതാവ് എന്നുള്ള രീതിയിൽ 40 കോടി രൂപ തുക കൈപ്പറ്റുകയും ചെയ്തു. നമുക്കറിയാം, സഹനിർമ്മാതാവിന് ടാക്സ് കുറവാണ്, കൊടുക്കേണ്ടുന്ന ടാക്സ് കുറവാണ്. ഒരു നടൻ കൊടുക്കുന്ന, നായകൻ്റെ കൈ കൊടുക്കുന്ന പണത്തിനേക്കാളും സഹനിർമ്മാതാവ് എന്നുള്ള രീതിയിൽ തുക കൈപ്പറ്റുവാൻ ടാക്സ് കുറവാണ്. അത്തരത്തിലുള്ള ഇടപാട് എന്തിന് ഈ ഒരു ഇടപാട് നടത്തി എന്നുള്ള രീതിയിലാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. ഇത് നേരത്തെ ഉള്ള ചിത്രമാണ്. വീണ്ടും വിശദീകരണവുമായിട്ടാണ് IT വിഭാഗം, അതായത് ഇൻകം ടാക്സ് വിഭാഗം പോയിരിക്കുന്നത്. മൂന്നാമത്, ആശീർവാദ് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ആന്റണി പെരുമ്പാവൂരിനെ നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന വിശദീകരണം തേടിയിരിക്കുന്നത് ലൂസിഫർ, കുഞ്ഞാലി മരയ്ക്കർ എന്നീ സിനിമകളിലുള്ള പണമിടപാടിനെ പറ്റിയും മോഹൻലാലിന് കൊടുത്ത 2.5 കോടി രൂപയെ പറ്റിയും മാത്രമല്ല ചില ഓവർസീസ് ഇടപാടുകൾ നടത്തി എന്നതിനെ കുറിച്ചുമാണ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. ഇതിപ്പോൾ 2019-22 കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സംഗതി നടന്നത്. അന്ന് ഇൻകം ടാക്സ് വിഭാഗം, അതായത് ഇൻകം ടാക്സ് വിഭാഗം, അന്വേഷണ വിഭാഗം പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ഇൻകം ടാക്സ് അസസ്മെന്റിലേക്ക് ഇത് കൈമാറുകയും അവരാണ് ഇതിപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്നലെ നടന്നതല്ല. മാത്രമല്ല, ഈ ആന്റണി, ഇവരുടെ ആശീർവാദ് സിനിമ മാത്രമല്ല, അന്ന് ഈ പറഞ്ഞതുപോലെ മറ്റേ ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ ഇതിനെതിരെയും ഇത്തരത്തിലുള്ള വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പൊ ഇവരിപ്പോൾ ചിന്തിക്കുന്നത് എമ്പുരാൻ സിനിമയുടെ ഒരു എഫക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ്. ഇതിന് കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് EDക്കും പറയാനുണ്ട്. അവര് പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കള്ളപ്പണം അല്ല, ഇന്നലെ മല്ലിക പറഞ്ഞതുപോലെ കള്ളപ്പണം അല്ലെങ്കിൽ ഇവരൊക്കെ പേടിക്കേണ്ടത് എന്തിനാണ്? അതാണ്, എമ്പുരാൻ സിനിമയുടെ എഫക്റ്റ് ഇനി വരാൻ പറ്റും. പക്ഷേ അടുത്ത മാർച്ചിലായിരിക്കും അതിൻ്റെ ഇഫക്റ്റ് വരാൻ പോകുന്നത്. ഇതിപ്പോൾ നേരത്തെ ചെയ്ത് കൂട്ടിയ പാപങ്ങളുടെ ഇഫക്റ്റാണ് വരുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ, ശരിയായ മണ്ണം പറഞ്ഞതുപോലെ, ഈ 593 കോടി രൂപയുടെ ഏർപ്പാടൊക്കെ നടത്തുമ്പോൾ അവിടെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യം, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഭരണഘടന അനുസരിച്ച്, നിയമം അനുസരിച്ച് ഒരു കോമ്പീറ്റൻറ്റ് അതോറിറ്റിയെ അവിടെ നിയമിക്കണം എന്നുള്ളതാണ്. കോമ്പീറ്റൻറ്റ് അതോറിറ്റി, അല്ലാതെ ആരെങ്കിലും വെച്ചിട്ട് കാര്യമില്ല. കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റി, നിയമം അറിയാവുന്ന ആൾ, അതുപോലെ കണക്ക് പഠിച്ചിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ പോലെ ഒരാൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ വെക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം. അങ്ങനെ വെച്ചിട്ടില്ല. അങ്ങനെ വയ്ക്കാതെ നടക്കുന്നത് ഫ്രോഡാണ്. ആ ഫ്രോഡാണ്. എന്തിനാണ് വയ്ക്കാതിരിക്കുന്നത്? കള്ളം കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കുമെന്നുള്ളതുകൊണ്ട് ഇത് ഫ്രോഡായിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ബിനാമി ഏർപ്പാടുകളുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഒന്നിൻ്റെ ഇൻകം മറ്റൊന്നാണ് കാണിക്കുന്ന, ഉദാഹരണത്തിന് ആക്ടിങ്ങിൻ്റേത് നിർമ്മാണമെന്ന് കാണിക്കുന്ന തരത്തിലുള്ള കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരമാണ്. എന്നിട്ട് സിനിമാ നടന്മാരും നിർമ്മാതാക്കളും സ്വാധീനമുള്ളവരും ജനപ്രിയത ഉള്ളവരും എന്നുള്ള മറവിൽ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തു കൂട്ടിയിട്ട് അതിൻ്റെ പുറത്ത് പേടിപ്പിക്കാൻ വേണ്ടി ഒരു എമ്പുരാനും കൊണ്ടുവച്ചിട്ട് ഒരുത്തനും ഇങ്ങോട്ട് കടക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ് ആ മാർച്ച് കഴിഞ്ഞിട്ട് കൃത്യം റെയ്ഡ് വരാൻ സമയമായപ്പോൾ ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിച്ചു. ഇത്തരത്തിൽ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് വിവേകമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വീണ്ടും ഉണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള അഴിമതികൾ അല്ലെങ്കിൽ കള്ളപ്പണം ഇടപാടുകൾ വീണ്ടും കേരളത്തിൽ കൂടുകയല്ലേ, വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിനെതിരെ സ്ട്രിക്റ്റായിട്ടുള്ള നിലപാടാണ് ED എടുത്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള അന്വേഷണം. ആ കറക്റ്റായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ അത് നമ്മുടെ ഭരണഘടനാ ലംഘനമാണ്, ജനാധിപത്യ ലംഘനമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് എന്നൊക്കെ പറയുന്നത് ഇതിനെ ചൂട്ടുപിടിക്കുന്ന കള്ളത്തരത്തിന് ചൂട്ടുപിടിക്കുന്ന ആൾക്കാരാണ്. കള്ളത്തരത്തിന് ചൂട്ടുപിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്.
ഒരിക്കലും അത് ഈ ദേശത്തിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ അവരുടെ ക്ഷേമത്തിനോ ഉപകാരപ്രദമായിട്ടുള്ള ഒരു നിലപാടല്ല. കള്ളത്തരത്തിനോ ഒപ്പം നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അനന്തര തലമുറകളെ കൂടി കള്ളന്മാരാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. മയക്കുമരുന്നിനെതിരെ നമ്മൾ ഏത് നിലപാടാണ് ശക്തമായിട്ട് സ്വീകരിക്കുന്നതോ അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒന്നാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള അഴിമതി. ആ അഴിമതിയെ അതുമായിട്ട് സന്ധി ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ന്യൂനപക്ഷ പ്രീണനമെന്ന് പറയുന്ന അതുമായിട്ട് സന്ധി ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായിട്ടുള്ള കാര്യമേ അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.